ഇതിനെന്താണ് കുഴപ്പം തോന്നുന്നോ നിങ്ങൾക്ക്? എനിക്ക് തോന്നുന്നില്ല ഒന്നും കണ്ടിട്ട്. എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. ഇനി അങ്ങനെ ഒരു നിയമം വരട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കില്ല, ഇങ്ങനത്തെ വസ്ത്രം ധരിക്കാൻ പാടില്ല, എല്ലാം ചുറ്റി പൊതിഞ്ഞ് വെച്ചിട്ട് നടന്നോ, അങ്ങനെ ഒരു നിയമം വരുമ്പോൾ ഞാനും അത് അംഗീകരിക്കും. നിയമം വരുവാണെങ്കിൽ അങ്ങനെ അംഗീകരിക്കും. അല്ലാത്ത പക്ഷം എനിക്കിഷ്ടമുള്ള, എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന, എനിക്ക് കണ്ട ഈ ഡ്രസ്സ് എനിക്ക് ചേരുമായിരിക്കും എന്ന് തോന്നുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ ധരിക്കും. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് കുറച്ച് പെണ്ണുങ്ങൾ റീച്ചിനും ഫെയിമിനും വേണ്ടിയിട്ട് ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ധരിച്ച് വന്നിട്ട് എന്തൊക്കെയോ ചില കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുക എന്നുള്ളത്. ചിലതൊക്കെ നമുക്കൊരു പരിധി വരെ സഹിക്കാം, പക്ഷെ വേറെ ചിലതൊക്കെ കാണുമ്പോണ്ടല്ലോ മക്കളെ, നമുക്കൊക്കെ സഹിക്കാവുന്നതിലും അപ്പുറമാണ്, അരോചകമാണ്. ഞാൻ ആരുടെയും വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ കൈക്കെടുത്തി സംസാരിക്കുകയല്ല കേട്ടോ. ഇനി ആരും അങ്ങനെ വിചാരിക്കരുത്. ഇവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പബ്ലിക്കിൽ ഇറങ്ങിയത് കാരണം സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്ന ഇഷ്ടംപോലെ നടന്മാർക്ക് വേണ്ടി സംസാരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് അത് മനസ്സിലാകും. ഇപ്പോൾ നമ്മുടെ കംഫർട്ടിനനുസരിച്ച്, നമ്മുടെ പേഴ്സണൽ ചോയ്സിനനുസരിച്ചുള്ള വസ്ത്രം ധരിച്ച് നമ്മൾ പുറത്തിറങ്ങണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, അതിപ്പോ ഇറക്കം കുറഞ്ഞതോ കൂടിയതായിക്കോട്ടെ, അതിനാരും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ റീച്ചും ഫെയിമും നേടിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് വന്ന് കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുമ്പോഴാണ് പ്രതികരിക്കേണ്ടി വരുന്നത്. എനിവേ, അത്തരത്തിലുള്ള ഒരു സ്ത്രീയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആളെ പലർക്കും പരിചയമുണ്ടാകും, ശ്രീലക്ഷ്മി. ആളുടെ ഇഷ്ടംപോലെ വീഡിയോസ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുന്നുണ്ട്. തുടക്കത്തിലേക്ക് ഞാനിങ്ങനെ ഒഴിവാക്കി വിടലായിരുന്നു, പക്ഷെ ഇതിങ്ങനെ എപ്പോഴും കാണുമ്പോൾ ചിലത് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ പ്രതികരിക്കുന്നത്. ഇനി ശ്രീലക്ഷ്മി ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അലൻ ജോസ് പെരേരയുമായി വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അലൻ ജോസ് പെരേരയും ഒരു സ്ത്രീയും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പലരും അത് ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അന്നത് സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായിരുന്നു. പക്ഷെ പിന്നീടാണ് പറയുന്നത് അത് പ്രാങ്ക് ആയിരുന്നു, വെറും ഫോട്ടോഷൂട്ട് ആയിരുന്നു എന്നൊക്കെയുള്ളത്. ഇവരെ റീച്ചിന് വേണ്ടി കാണിച്ചു കൂട്ടിയ ഒരു ഫോട്ടോഷൂട്ട്. എനിവേ, ആ ഫോട്ടോയിൽ അലൻ ജോസ് പെരേരയുടെ കൂടെയുള്ള പെണ്ണാണ് ഈ പറയുന്ന ശ്രീലക്ഷ്മി. അന്ന് ആ ഫോട്ടോഷൂട്ടിലൂടെയാണ് ശ്രീലക്ഷ്മിയെ മലയാളികൾക്ക് സുപരിചിതമാകുന്നത്. തുടക്കം ഗംഭീരമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അല്ലെ? എന്തായാലും അന്ന് അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി മലയാളികൾക്ക് സുപരിചിതമായതിനു ശേഷം പിന്നെ കുറച്ച് കാലത്തേക്ക് ശ്രീലക്ഷ്മിയുടെ ഒരു വിവരവും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കാണ് രേണു സുധി ബിഗ് ബോസിൽ നിന്നും പുറത്തായ വേളയിൽ എടുക്കു ദുബായിലൊക്കെ പോയി ബാർ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് പുള്ളിക്കാരി രേണു സുധിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഒരുമാതിരി അപരാധ ടൈപ്പ് വർത്താനായിരുന്നു ശ്രീലക്ഷ്മിയുടേത്. എന്നിരുന്നാലും അതിന് പിന്നാലെ പിന്നെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ പറഞ്ഞ ശ്രീലക്ഷ്മി ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് എന്തൊക്കെയോ കോമാളിത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നതാണ്. നമുക്ക് എന്തായാലും ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൽ ആഹാ, കൊള്ളാലെ വേഷം, നല്ല ശേലായിട്ടുണ്ട്. ഓരോരോ വേഷം കിട്ടുന്നല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയാ, ഉള്ളത് പറയാലോ. ഇതൊക്കെ കാണുമ്പോൾ അറപ്പാണ് തോന്നുന്നത്. എന്തായാലും ധരിച്ച വസ്ത്രത്തിൽ കൃത്യസ്ഥലത്ത് തന്നെ ഒരു നനവുമുണ്ട്, അല്ലെ? കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് സ്ത്രീ വിരുദ്ധതായിട്ട് മാറും. അതുകൊണ്ടാണ്. എന്തായാലും പുള്ളിക്കാരി എന്തോ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോക്കാം. ഇതിനെന്താണ് കുഴപ്പം തോന്നുന്നോ നിങ്ങൾക്ക്? എനിക്ക് തോന്നുന്നില്ല ഒന്നും കണ്ടിട്ട്. എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. ഇനി അങ്ങനെ ഒരു നിയമം വരട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കില്ല, ഇങ്ങനത്തെ വസ്ത്രം ധരിക്കാൻ പാടില്ല, എല്ലാം ചുറ്റി പൊതിഞ്ഞ് വെച്ചിട്ട് നടന്നോ, അങ്ങനെ ഒരു നിയമം വരുമ്പോൾ ഞാനും അത് അംഗീകരിക്കും. നിയമം വരുവാണെങ്കിൽ അങ്ങനെ അംഗീകരിക്കും. അല്ലാത്ത പക്ഷം എനിക്കിഷ്ടമുള്ള, എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന, എനിക്ക് കണ്ട ഈ ഡ്രസ്സ് എനിക്ക് ചേരുമായിരിക്കും എന്ന് തോന്നുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ ധരിച്ചോ. അതിനിപ്പോ ആരും ഇവിടെ ധരിക്കേണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോ. എന്റെ അഭിപ്രായത്തിൽ ഈ വസ്ത്രത്തിന് കുറച്ചിറക്കം കൂടി പോയി എന്നുള്ളതാണ്. ശ്രീലക്ഷ്മി ഇനിയും ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഈ വസ്ത്രത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നാണല്ലോ ശ്രീലക്ഷ്മി ചോദിച്ചത്. ഒരു കുഴപ്പമില്ല. ശ്രീലക്ഷ്മിയുടെ മട്ടും ഭാവം കാണുന്ന സമയത്ത് റീച്ചിനും ഫെയിമിനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് തോന്നത്തേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഇതിനും ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചു വരണമെന്നാണ് ശ്രീലക്ഷ്മിയോട് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് എന്താ ഇവരോടൊക്കെ പറയാ, അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ചോളൂ, അതിനാരും ധരിക്കേണ്ടതെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇതേപോലെ തോന്നിവാസം കാണിക്കാൻ വേണ്ടി ആവരുതെന്ന് മാത്രം, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന വേളയിൽ കുറച്ച് ഓൺലൈൻ മീഡിയാസിനൊക്കെ കണ്ടപ്പോൾ പുള്ളിക്കാരൻ എന്താക്കി രേണുവിനെ കുറിച്ച് രണ്ട് കുറ്റം പറയാമെന്ന് വിചാരിച്ച് അങ്ങനെ രേണുവിനെ കുറിച്ച് പുള്ളിക്കാരി സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. രേണു എന്നോട് ദേഷ്യം കാണിച്ചിരുന്ന രേണു ആരാ? അല്ല, രേണുവിനെ ഞാൻ സ്വീകരിക്കാൻ വേണ്ടിട്ട് എന്ത് സംഭവം മനസ്സിലായില്ല. എന്നിട്ട് രേണു പറയുന്നല്ലേ, ഞാൻ അംഗീകരിക്കുന്നില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല, ആർട്ടിസ്റ്റ് ആണെന്നും തോന്നുന്നില്ല. സുധി എന്ന പേരിന്റെ മുന്നിൽ ഇങ്ങനെ രേണു എന്നൊരു പേര് വന്നുകൊണ്ട് എങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരാള്, അതൊരിക്കലും ഒരു ആർട്ടിസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അവർ ഒരു വർക്കിലും എനിക്ക് വലിയൊരു ആർട്ടിസ്റ്റ് ആണെന്നോ വലിയൊരു നടിയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ സംഭവമായിട്ട് ഞാൻ ഒരിക്കലും അംഗീകരിക്കും. ഞാനാണ് പറയുന്നത്, ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. അതിന് നിന്റെ അംഗീകാരം ആർക്ക് വേണം? അല്ല, നീ ആരാ? അതാണ് എന്റെ ചോദ്യം. രേണുസുധി ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല പോലും. നിന്റെ അംഗീകാരം ഇവിടെ ആർക്കും ആവശ്യമില്ല കേട്ടോ. അവള് വലിയ എന്തോ സംഭവമാക്കാൻ വന്നേക്കുവാണ്. ഇത് സംഭവം എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ നിലവിൽ രേണുസുധിയെ കുറിച്ച് എന്ത് പറഞ്ഞാലും അത്യാവശ്യം റീച്ച് കിട്ടുമല്ലോ. അപ്പൊ അതിനു വേണ്ടിയാണ് രേണുസുധിനെ ഒന്ന് പിടിച്ചത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള വസ്ത്രം കൂടി ആവുന്ന സമയത്ത് രണ്ടും കൂടി ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാണെങ്കിൽ അത്യാവശ്യം റീച്ച് കിട്ടുമെന്ന് പുള്ളിക്കാരി വിചാരിച്ചു കാണും. അതുകൊണ്ടാണ് പുള്ളിക്കാരി ഈ വസ്ത്രത്തിൽ വന്ന് രേണുസുധി രണ്ട് കുറ്റം പറയാമെന്ന് വിചാരിച്ചത്. അതാവുമ്പോ ഒരു വെടിക്ക് രണ്ട് പക്ഷിനെ കിട്ടുമല്ലോ. എന്താ ബുദ്ധിയില്ലേ ശ്രീലക്ഷ്മി ചേച്ചിന്റെ. എന്തായാലും കൊള്ളാം, ബാക്കി പറഞ്ഞോട്ടെ.
സപ്പോർട്ട് ചെയ്ത് അവിടെ ഇരിക്കട്ടെ. ആ പറഞ്ഞ ആരാധകർ മൊത്തം ഒരു സമയത്ത് രേണുവിനെ തെറി വിളിച്ചവരാ. ഇപ്പൊ രേണുവിനെ തെറി വിളിക്കുന്ന അന്ന് വിളിച്ച ആൾക്കാരെല്ലാം നേരെ ഇങ്ങോട്ട് തിരിഞ്ഞ് എന്നെ തെറി വിളിക്കുന്നു. നാളെ അവർ തന്നെ എന്നെ അംഗീകരിക്കുമായിരിക്കും. ഇപ്പൊ രേണുവിനെ എല്ലാവരും അംഗീകരിക്കുന്നു. കുറച്ച് ആൾക്കാർ അംഗീകരിക്കുന്നു, കുറച്ച് ആൾക്കാർ തെറി വിളിക്കുന്നു. അങ്ങനെ പറ. അപ്പൊ അതാണ് ചേച്ചിന്റെ മനസ്സിലിരിപ്പ്. പണ്ട് രേണുസുദിനെ തെറി വിളിച്ചവരെല്ലാം ഇപ്പൊ രേണുസുദി ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം രേണുസുദിനെ പുകഴ്ത്തി പറയുന്നുണ്ടല്ലോ, രേണുസുദിനെ അംഗീകരിച്ചല്ലോ. അപ്പൊ പുള്ളിക്കാർക്കും അതേപോലെ ആവണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വേഷം കെട്ടും കാര്യങ്ങളും ഒക്കെ. ഒരു ദിവസം നീങ്ങി പോകണമെങ്കിൽ എന്തൊക്കെ കാണണം പഠിച്ചവനെ. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് ചേച്ചി വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും അങ്ങോട്ട് ഒന്ന് കണ്ടുനോക്കാം. അഡ്ജസ്റ്റ്മെന്റ് വേണം. അതുകൊണ്ട് അഭിനയിക്കാൻ വേണ്ടി അവസരം ചോദിക്കുമ്പോൾ എന്തെങ്കിലും മോശമായി അധികം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എങ്ങും എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ നജീബിക്കെ പോലെയുള്ള നല്ല നല്ല ആൾക്കാരെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. ഈ പുറത്തുനിന്നുള്ള ഇൻഡസ്ട്രിയിൽ നിന്ന് വല്ല വീഡിയോ വന്നിട്ടുണ്ടോ? തമിഴിലും അവസരം വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയും അവർക്ക് വേണ്ടത് അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അഡ്ജസ്റ്റ്മെന്റ് വേണം. അതുകൊണ്ട് ചേച്ചി പോകണ്ട. ചേച്ചി അഡ്ജസ്റ്റ്മെന്റിന് നിൽക്കണ്ട. ചേച്ചി സിനിമയിലേക്കൊന്നും പോകണ്ട. ചേച്ചി ഇവിടെ തന്നെ നിന്നാ മതി. ഈ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊന്നും ചേച്ചിക്ക് പറ്റിയ പരിപാടിയില്ല. അല്ല, ഇതാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ മാത്രം വെറുപ്പിക്കൽ കണ്ടാൽ മതിയല്ലോ. മറ്റേ ബിഗ് സ്ക്രീനിലും കൂടി ഇവരുടെ വെറുപ്പിക്കൽ കാണേണ്ടി വരുമ്പോൾ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. അരോചകമായിരിക്കും. അതിനും ഏത് ചേച്ചി ഇവിടെ തന്നെ നിൽക്കുന്നതാണ്. അതുകൊണ്ട് ചേച്ചി ഒരു കാരണവശാലും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവരുത് എന്നാണ് എന്റെ അഭിപ്രായം. ചേച്ചിക്ക് പറ്റിയ ഫീൽഡല്ല സിനിമ. ചേച്ചിക്ക് പറ്റിയത് ഈ സോഷ്യൽ മീഡിയ ഒക്കെ തന്നെയാണ്. ഇതാകുമ്പോൾ നാലാൾക്കാർ തെറി കേട്ടാൽ എന്താ, ചേച്ചിക്ക് പെട്ടെന്ന് ഫെയിം ആവാലോ. ഉള്ളത് പറയാലോ. ചേച്ചിനെ നടപ്പും മട്ടും ഭാവവും ഒക്കെ കാണുന്ന സമയത്ത് ചേച്ചി കൃത്യമായിട്ട് രേണുസുദിനെ അനുകരിക്കാൻ ശ്രമിക്കുകയാണോ എന്നൊരു സംശയം. രേണുസുദി ഇങ്ങനെ ആയിരുന്നല്ലോ. കൊല്ലം സുധി മരിച്ച വേളയിൽ ഒരു വിധവ എന്ന രീതിയിൽ അറിയപ്പെടാൻ തുടങ്ങി. ആ രീതിയിൽ ആളുകൾ രേണുസുദിനെ സ്നേഹിക്കാൻ തുടങ്ങി. പിന്നെ എന്ത് സംഭവിച്ചു? പെട്ടെന്നൊരു ദിവസം രേണുസുദി ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഫോട്ടോഷൂട്ട് നടത്താൻ തുടങ്ങി. അതോടെ പലരും രേണുവിനെതിരെ തിരിയാൻ തുടങ്ങി. രേണുവിന് ഒരുപാട് വിമർശനങ്ങൾ വരാൻ തുടങ്ങി. പിന്നീട് മനഃപൂർവ്വം രേണു തന്നെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതോടെ രേണു ഭയങ്കര ഫേമസ് ആയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ ലാസ്റ്റ് എന്തായി? ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ എല്ലാവരും ഒരു പാവത്താൻ എന്നുള്ള രീതിയിൽ രേണുവിനെ കാണാനും തുടങ്ങി. ആ ഒരു പാത പിന്തുടരാനാണ് ശ്രീലക്ഷ്മി ചേച്ചിയുടെ ശ്രമമെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം, നടക്കട്ടെ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ശ്രീലക്ഷ്മി ചേച്ചിയുടെ ഒരു ഇടിവെട്ട് ഐറ്റുണ്ട് മക്കളെ. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. കൊള്ളാവോ? ഈ ഡ്രസ് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുള്ള പോലെ തോന്നുന്നോ? പുതിയൊരു സിനിമയ്ക്കകത്ത് ഒരാൾ കണ്ടിട്ടില്ല. നിങ്ങളുടെ ഡ്രസ് ഇല്ല, ഇത് ഞാൻ സിനിമയിലൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഈ ചെറുപ്പത്തിൽ എന്റെ കസിൻസ് ഒക്കെ ഈ സാധനം ഇട്ട് ഓടി കളിക്കണ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയാം. ഒരുമാതിരി പെറ്റിക്കോട്ട് വലിച്ചു കയറ്റിയിട്ട് വന്നേക്കുവാണ്. എന്നിട്ട് പറയാണ് ഏതെങ്കിലും സിനിമയിൽ ഇത് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ. സംഭവം പുള്ളിക്കാർ മറ്റു ലോകയിലെ കല്യാണ പ്രിയദർശിനിയുടെ വസ്ത്രം അനുകരിക്കാൻ നോക്കിയതാണ്. പക്ഷെ ഇതൊരുമാതിരി കുട്ടികൾ പെറ്റിക്കോട്ടിട്ട മാതിരി ആയി പോയെന്ന് മാത്രം. എന്തോന്ന് പറയാനാണ് ഇതിനൊക്കെ. അല്ലേ, എന്തായാലും അടുത്താണ് നോക്കാം. ശരി, ഇപ്പൊ മേക്കപ്പിന് ആവശ്യം എന്തിനാ? ആരെങ്കിലും മുഖത്ത് നോക്കിയിട്ട് വേണ്ട മേക്കപ്പ് ചെയ്യാൻ. അപ്പൊ പിന്നെ മേക്കപ്പിന് ആവശ്യമൊന്നുമില്ല. ചേച്ചി ഇങ്ങനെ തന്നെ നടന്നാൽ മതി. അടുത്താണ് നോക്കാം. അല്ല, ചേച്ചി ഫോട്ടോഷൂട്ടിലാണെന്ന് തോന്നുന്നു. ശല്യപ്പെടുത്തണ്ട, എന്തായാലും ഫോട്ടോഷൂട്ട് നടക്കട്ടെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയും കാണിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാം കൂടി കാണിച്ച് ഞാൻ നിങ്ങളെ കൂടുതൽ അർപ്പാക്കുന്നില്ല. അത് റിപ്പീറ്റ് ഒക്കെ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അർപ്പാണ് തോന്നുന്നത്. ഇവരൊക്കെ കാണുന്ന സമയത്ത് ഈ യൂട്യൂബിലൊക്കെ വന്ന് മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന അമ്മച്ചിമാരാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവരൊക്കെ നമ്മൾ പണ്ട് ഒരുപാട് വിമർശിച്ചതാണ്. എന്തായാലും ശ്രീലക്ഷ്മിന്റെ കാട്ടുകൂട്ടൽ കാണുന്ന സമയത്ത് എനിക്ക് അവരെയാണ് ഓർമ്മ വരുന്നത്. അല്ല, ഞാൻ ആലോചിക്കുന്നത് അതല്ലേ, എങ്ങനെയാണ് ഇവർക്ക് ഇതിനൊക്കെ സാധിക്കണത് എന്നുള്ളതാണ്. മനുഷ്യന്മാരാകുമ്പോൾ ലേശം ഉളുപ്പമാനുണ്ടാവല്ലോ. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.